അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമുദ്രത്തിൽ അല്ലാഹു നൽകിയ ചില അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ച ശേഷം കരയിലും അന്തരീക്ഷത്തിലുമായി നൽകിയിട്ടുള്ള ചില അനുഗ്രഹങ്ങളെ ചൂണ്ടിക്കാട്ടുകയാണ്. ഒരെത്തും പിടിയും കൂടാതെ അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന ഭൂമി, അതിലെ നിവാസികൾ അടക്കം ചെരിഞ്ഞോ മറിഞ്ഞോ തെറിച്ചോ പോകാതിരിക്കാൻ വേണ്ടി സമുദ്രത്തിൽ കപ്പലുകൾ നങ്കൂരമിട്ട് ഉറപ്പിച്ച് നിർത്തുന്നത് പോലെ ഭാരമേറിയ പർവ്വതങ്ങളാകുന്ന നങ്കൂരങ്ങൾ വഴി അള്ളാഹു ഭൂമിയെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നു. നൂറുകണക്കിനും ആയിരക്കണക്കിനും നാഴിക ദൂരത്ത് എവിടുന്നോ ഉത്ഭവിച്ച് കാടും മലയും പാറക്കെട്ടും മരുഭൂമിയും മലയിടക്കും താണ്ടിക്കണ്ട് വളഞ്ഞു പുളഞ്ഞും ഓടിച്ചാടിയും ഒഴുകി വരുന്ന നദികളെ ഒരു കൂട്ടർ കുളിനീരിന് ഉപയോഗിക്കുന്നുവെങ്കിൽ മറ്റൊരു കൂട്ടർ കൃഷിക്കും ഗതാഗതത്തിനും വ്യവസായത്തിനും ഉപയോഗിക്കുന്നു. വേറൊരു കൂട്ടർ മത്സ്യബന്ധനത്തിനും വിദ്യുത് ശക്തി ഉൽപ്പാദനത്തിനും ഉപയോഗപ്പെടുത്തുന്നു. വഴികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാട്ടിലൂടെ, കാട്ടിലൂടെ, സമതലത്തിലൂടെ, കുന്ന് കുഴികളിലൂടെ, വെള്ളത്തിലൂടെ, വായുവിലൂടെ എന്നിങ്ങനെ ആവശ്യമായ സ്ഥലങ്ങളിലൂടെയെല്ലാം സഞ്ചരിക്കാൻ ഉതകുന്ന പലതരം വഴികളെയും അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നു. വഴിതെറ്റാത്ത ഉദ്ദിഷ്ട സ്ഥാനങ്ങളിൽ എത്തിച്ചേരാനും ദൂരവും സ്ഥാനവും നിർണയിക്കുവാനും വേണ്ടി ഓരോ തരം വഴികൾക്കും ചില അടയാളങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയെത്ര അനുഗ്രഹങ്ങളാണ് മനുഷ്യന് നൽകിയിരിക്കുന്നത്. ഈ അനുഗ്രഹങ്ങൾ അവൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും സെക്കൻഡിലും അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ടും അതൊക്കെ നൽകി അള്ളാഹുവിന് നന്ദി കാണിക്കാതെ അവൻ അന്ധനായി നടക്കുകയാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും